അതെ, എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട് നിന്നോട്. അത് തന്നെ എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട്. അതെ ദേവ്ജി സ്വന്തമായിട്ടൊരു പാർട്ടിയൊക്കെ ഉണ്ടാക്കിയല്ലോ. അപ്പൊ ആ പാർട്ടി വിട്ടിട്ട് BJP-യിലോട്ടെങ്ങാനും പോകാൻ സാധ്യതയുണ്ടോ? ഒന്ന് പറയാമോ? അതിപ്പോ പറയാൻ കഴിയില്ല. ദേവ്ജി, താങ്കൾ ഇപ്പൊ BJP ചേർന്നല്ലോ, ഇനി BJP വിട്ടു പോകാൻ സാധ്യതയുണ്ടോ? ഒന്ന് പറയാമോ? അതിപ്പോ പറയാൻ കഴിയില്ല. അങ്ങനെ ദേവ്ജി വീണ്ടും BJP വിട്ടല്ലോ, ഇനിയിപ്പം വേറെ പാർട്ടിയിലോട്ടെങ്ങാനും പോകാൻ സാധ്യതയുണ്ടോ? ഒന്ന് പറയാമോ? അതിപ്പോ പറയാൻ കഴിയില്ല. അങ്ങനെ ദേവ്ജി TVK ചേർന്നല്ലോ, അങ്ങനെയാണെങ്കിലേ ആ വിജയണ്ണനോടെ നമ്മുടെ മുല്ലപ്പെരിയാർ വിഷയം ഒന്ന് പറയാമോ? അതിപ്പോ പറയാൻ കഴിയില്ല. ഈ ദേവ്ജിയുടെ ഒരു കാര്യം ഒന്നും ഇപ്പൊ പറയാൻ പറ്റത്തില്ല. എന്തായാലും ദേവ്ജി TVK ചെന്നത് നന്നായി. TVKക്ക് അതൊരു വലിയ നേട്ടമായിരിക്കും. TVKയുടെ വോട്ടിംഗ് ശതമാനമൊക്കെ ഒരുപാട് ഉയരാൻ സാധ്യതയുണ്ട്. ഇത് ഞാൻ പറഞ്ഞല്ല, ദേവ്ജി തന്നെ പണ്ട് പറഞ്ഞിട്ടുള്ള ഓർമ്മയില്ലേ? അതേപോലെ തന്നെ ഞാനിവിടെ ആലപ്പുഴ വന്നിട്ട് ശോഭ സുരേന്ദ്രന് വേണ്ടി വർക്ക് ചെയ്തു. അതുപോലെ തന്നെ തൃശ്ശൂർ വന്നിട്ട് സുരേഷ് ഗോപിക്ക് വേണ്ടി വർക്ക് ചെയ്തു. അതായത് തൃശ്ശൂർ മണ്ഡലത്തിലും ആലപ്പി മണ്ഡലത്തിലും ട്രിവാൻഡ്രം മണ്ഡലത്തിലും ഈ BJPക്ക് നല്ല ശക്തമായ ഒരുപാട് വോട്ട് കൂടിയല്ലോ. അതിന്റെ ഒരു കാരണം എന്റെ സാന്നിധ്യം തന്നെയാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കണ്ടോ, തിരുവനന്തപുരത്തും തൃശ്ശൂരും ആലപ്പുഴയിലും ഒക്കെ BJPയുടെ വോട്ടിംഗ് ശതമാനം ഉയരാൻ കാരണക്കാരൻ ആരാ? ദേവ്ജിയുടെ സാന്നിധ്യമാണെന്ന് പറഞ്ഞേ. തൃശ്ശൂരിൽ സുരേഷ് ഗോപി സാർ ജയിക്കാൻ വേണ്ടി ഒരു കാരണവും ദേവ്ജി ആണെന്നൊക്കെയാണ് പറയപ്പെടുന്നത്. ദേവ്ജിയുടെ സാന്നിധ്യം അത് ഒന്നൊന്നര സാന്നിധ്യം കേട്ടോ, പറയാതിരിക്കാൻ പറ്റില്ല. എന്തായാലും BJPക്ക് ഇതൊരു വലിയ നഷ്ടം തന്നെയായിരിക്കും. പിന്നെ ഒരു സംശയം കൂടെ ഉണ്ട് കേട്ടോ, ദേവ്ജി ആ TVK എന്നെങ്ങാനും ചാടി പോവോ? ഒന്ന് പറയാവോ? അതിപ്പോ പറയാൻ കഴിയില്ല. ഈ ദേവ്ജിയുടെ ഒരു കാര്യം, ദേവ്ജി ഒന്നും ഇപ്പൊ പറയത്തില്ല, എല്ലാം പിന്നെ പറയാന്നാ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ TVKയുടെ ഫുൾ ഫോമെങ്കിലും ഒന്ന് പറയാമോ? ദേവ്ജി പറയത്തില്ലല്ലേ? എന്നാൽ ഞാൻ തന്നെ പറയാം. തമിഴക വെട്രി കഴകം. ഒന്ന് ആലോചിക്കുക, തമിഴന്മാരുടെ വിജയക്കൂട്ടായ്മ. തമിഴന്മാരുടെ വിജയക്കൂട്ടായ്മയ്ക്ക് എന്താണ് കേരളത്തിൽ കാര്യം? ഒന്ന് ആലോചിച്ച് നോക്കിയേ, കേരളത്തിൽ പുതിയതായിട്ട് വരുന്ന ഒരു പാർട്ടിയുടെ പേര് തമിഴക വെട്രി കഴകം. എന്നെ ചെയ്യാനാന്ന് പറയാം. ഇവിടെ കുറെ ആൾക്കാരല്ലേ വിജയ് ഫാൻ എന്നൊക്കെ പറഞ്ഞിട്ട് വിജയണ്ണ എന്ന് പറഞ്ഞ് പറയാൻ നടക്കുന്നത്. ആ അണ്ണനോട് മുല്ലപ്പെരിയാറിന്റെ കാര്യം ഒന്ന് ചോദിച്ചു നോക്കുക. അണ്ണനാണെങ്കിൽ കുറച്ചും കൂടെ അതിന്റെ ജലനിരപ്പ് കുറച്ചും കൂടെ ഉയർത്താവോ എന്ന് നോക്കിക്കൊണ്ടിരിക്കുക. ഏത് അതാ പറഞ്ഞ അണ്ണന് തമിഴ്നാട് കഴിഞ്ഞിട്ടേ ഉള്ളൂ, എന്തുള്ളൂ. അത് നമ്മൾ കുറ്റമൊന്നും പറയുന്നില്ല. അപ്പൊ ആ അണ്ണനെ കണ്ടോണ്ട് ഇവിടെ കുറെ ആൾക്കാർ കിടന്ന് ചാടുന്ന എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ദേവ്ജിയൊക്കെ തമിഴന്മാരുടെ പാർട്ടിയുടെ ഒരു ബ്രാഞ്ച് കേരളത്തിൽ തുടങ്ങാൻ വേണ്ടി പോവുക. ബ്രാഞ്ച് എന്ന് ഞാൻ പറഞ്ഞോളൂ കേട്ടോ, അല്ല ഒന്ന് ആലോചിച്ച് നോക്കി. നമ്മുടെ കേരളത്തിൽ വരുന്ന ഒരു പാർട്ടിയുടെ പേര് തമിഴക വെട്രിക്കഴകം. അതെന്നെ ഇടപാടാ. എന്നാൽ പിന്നെ മലയാളികളുടെ വിജയ കൂട്ടായ്മ എന്ന് പറഞ്ഞ് ഇതിന്റെ പേര് മാറ്റിക്കൂടെ? MVK നല്ല പേരല്ലേ, MVK. എന്നാൽ ദേവ്ജി അങ്ങനെയൊന്ന് പേരിടാവോ? ഈ തമിഴക വെട്രിക്കഴകം എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഒരു എന്തോ പോലെ അല്ലേ? എന്തായാലും തമിഴക വെട്രി കൂട്ടായ്മയിലേക്ക് പോകുന്ന ദേവ്ജിക്ക് എല്ലാവിധ ആശംസകളും. ദേവ്ജി അവിടെ നിന്നും ചാടി പോകരുതേ കേട്ടോ. അത് പറയാൻ പറ്റുമോ? അതിപ്പോ പറയാൻ കഴിയില്ല. കിടക്കുന്നു. എന്നാ ശരി, വരട്ടെ.